അല്ലാഹു അക്ബർ. പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അല്ലാഹു അക്ബർ വറഹ്മത്തുള്ളാഹി. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. ഒരു മാസം നീണ്ടുനിന്ന കഠിന വ്രതാനുഷ്ഠാനത്തിന്റെയും ആത്മവിശുദ്ധിയുടെയും നിറവിൽ വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പൊന്നാനി കടപ്പുറത്ത് ശവ്വാൽ മാസപ്പിറ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നാൾ. പരസ്പര സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന പെരുന്നാൾ നാടെങ്ങും ആഘോഷിക്കുകയാണ്. കൊല്ലത്ത് വിവിധ ഭാഗങ്ങളിലാണ് ഈദ്ഗാഹ് നടന്നത്. കൊല്ലം ബീച്ചിലൊരുക്കിയ ഈദ്ഗാഹിൽ സ്ത്രീകളടക്കം ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. നിസ്കാരത്തിനു ശേഷം ചേർത്തു പിടിച്ചും സ്നേഹം പങ്കിട്ടുമാണ് അവർ പിരിഞ്ഞത്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع. الله أكبر. الله أكبر. الله أكبر. سمع الله لمن حمده. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. പള്ളികളിൽ ഇഅ്തികാഫിരുന്നു അല്ലാഹുവിനെ സ്മരിച്ചു കഴിച്ചുകൂട്ടിയ ഒരു മാസക്കാലം പിന്നിട്ടിരിക്കുകയാണ്. നിർബന്ധമായ നമസ്കാരം കൃത്യനിഷ്ഠയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഭക്തിയോടുകൂടി കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിർബന്ധ ദാനമായ സക്കാത്തും ഐച്ഛിക ദാനമായ സദഖയും നൽകി നമ്മുടെ സാമ്പത്തിക പരിശുദ്ധി വരുത്തിയ മാസക്കാലം ഒരു മാസക്കാലമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. മാത്രമല്ല പൈശാചിക ചിന്തകളിൽ നിന്നും വിട്ടകന്ന് മനസ്സിനെ ശുദ്ധീകരിച്ച ഒരു മാസമാണ് നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ളത്. കണ്ണുകളെയും നാവിനെയും ചെവികളെയും കുറ്റകരമായ സംഗതികളിൽ നിന്നും നാം മാറ്റി നിർത്തി നല്ല ചിന്തയോടുകൂടി കഴിഞ്ഞുകൂടിയിരുന്നു ഈ ഒരു മാസക്കാലം. ഇതിലെല്ലാം ഉപരി പരിശുദ്ധ ഖുർആനിനോട് നാം കൂടുതൽ താല്പര്യപ്പെടുകയും ഇഷ്ടപ്പെടുകയും അത് പരമാവധി പാരായണം ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടിയ ഒരു മാസക്കാലമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഈ പരിശീലനം നേടിയെടുത്ത പരിശീലനം ഇനി നമ്മുടെ ജീവിതത്തിലുടനീളം അങ്ങോട്ട് അനുഷ്ഠിച്ചു പോകണമെന്നാണ് ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മളോട് ഉണർത്തുന്നത്. സഹോദരങ്ങളെ, ഇതിലെല്ലാം ഉപരി ഈ ഒരു മാസക്കാലം നാം അള്ളാഹുവിനോട് നടത്തിയിരുന്ന ഒരു ബന്ധം, സ്ഥാപിച്ച ഒരു ബന്ധം, അത് വളരെ വലുതാണ്.
നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ആ ഒരു മാസക്കാലത്തെ അള്ളാഹുവിനോടുള്ള നമ്മുടെ സമീപനം. എന്തായിരുന്നു അള്ളാഹുവിനോടുള്ള നമ്മുടെ സമീപനം? നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്കും വേണ്ടി സദാസമയം അള്ളാഹുവിനോട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ പാപമോചനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. കാരണം ഇന്ന് മനുഷ്യർ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയും ആവലാദികൾക്ക് വേണ്ടിയും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും അള്ളാഹു അല്ലാത്തവരുടെ സഹായം തേടുകയും അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ വളരെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ബന്ധം അത് ദൃഢമാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കണം. രണ്ടാമത്തത്, സഹജീവികളോടുള്ള നന്മ, സഹജീവികളോടുള്ള വിട്ടുവീഴ്ച, സഹജീവികളോടുള്ള ഗുണകാംക്ഷ. മനുഷ്യൻ പരസ്പരം അനുവർത്തിക്കേണ്ട ആ നിയമങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം. നല്ല ഒരു ജനസമൂഹം വാർത്തെടുക്കാൻ വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ആ കൽപ്പനകളും ഉപദേശങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. ഒന്നാമത്തത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അള്ളാഹുവിനെ മാത്രം നാം ആശ്രയിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലഘട്ടവും അപ്രകാരം തന്നെ ആയിരിക്കണം. ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ചില വസ്തുതകൾ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ദുനിയാവിൽ മതത്തിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ നന്മയുടെ കാര്യത്തിലോ നന്മയുടെ കാര്യത്തിൽ അള്ളാഹു നമ്മളോട് നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥന, ദുആ അള്ളാഹുവിനോട് മാത്രമാണ്. ഇന്നത്തെ ചിന്താവിഷയവും അതന്നെയാണ്. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും ആ അള്ളാഹുവിന് തന്നെയാകുന്നു എന്ന മുദ്രാവാക്യം, അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിനോടായിരിക്കണം. അവനായിരിക്കണം എല്ലാ കാലഘട്ടത്തും നമുക്ക് ഏറ്റവും വലിയവനും ഏറ്റവും വേണ്ടപ്പെട്ടവനും ഏറ്റവും വലിയ ബന്ധുവും അള്ളാഹു തന്നെയായിരിക്കണം. കാരണം അള്ളാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ വലിയ, സത്യവിശ്വാസികളുടെ രക്ഷാധികാരി അള്ളാഹു തന്നെയാണ്. ഈ ബാധ്യത നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചു പോകണം. നിർത്തിക്ക്